അത് ഞാൻ ഇപ്പൊ എവിടെയാണല്ലോ അച്ഛൻ വിടും. അച്ഛനുണ്ടായിരുന്ന ചിലപ്പോ പുറത്തോട്ട് വിട്ടേനെ എന്തെങ്കിലും പഠിക്കാനാണ്. എനിക്ക് പുറത്ത് പോയി പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം കൂടുതൽ. അച്ഛനും കൂടെ വേണമായിരുന്നു ഈ ഒരു വീട്ടിൽ നിന്ന് തോന്നിയിട്ടുണ്ടോ? നല്ല രീതിക്ക് മിസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ. അച്ഛൻ മരിച്ചതിന് ശേഷം പ്രോഗ്രാം കാണുന്നുണ്ടായിരുന്നില്ല? കുറെ ഇപ്പം അമ്മയ്ക്ക് അങ്ങനെ ഒരു താല്പര്യമുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കാൻ വയ്യ, അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഈ കഴിഞ്ഞ ദിവസമാണെങ്കിൽ തന്നെ അമ്മയുടെ വിവാഹം കഴിഞ്ഞു എന്നുള്ള തരത്തില് ഒരു ആൽബത്തിന്റെ ഷൂട്ടൊക്കെ വെച്ചിട്ട് ന്യൂസ് വരുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോ ആ തരത്തില് അമ്മയുടെ വിവാഹം അങ്ങനെ കഴിഞ്ഞാൽ തന്നെ കിച്ചുന് എന്ത് തോന്നും? കഴിച്ചുകഴിഞ്ഞാൽ ഇപ്പം അത് അമ്മയുടെ ഇഷ്ടം. അതുപോലെ അത് മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം അമ്മ കല്യാണം കഴിക്കുകയാണെങ്കിൽ അത് അമ്മയുടെ ഇഷ്ടം. അതിലൊരു അഭിപ്രായമില്ല. ഒരു എന്താ പറയാ, അച്ഛന്റെ ആ ഒരു സാന്നിധ്യം വിട്ടു പോകും, അല്ലെങ്കിൽ അച്ഛന്റെ അമ്മയായിട്ടൊരു ലൈഫ് ഉണ്ടല്ലോ, അത്രയല്ലേ ആയുള്ളൂ. അങ്ങനെയില്ല. ഇപ്പം അമ്മയ്ക്ക് അങ്ങനെ ഒരു താല്പര്യമുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കാൻ വയ്യ, അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ നിൽക്കാനായിട്ടാണെങ്കിൽ കുഴപ്പമില്ല ആണ്. അല്ലാതെ ഇനി അങ്ങോട്ട് പോകുന്തോറും അമ്മ, കാരണം നിങ്ങൾ രണ്ട് ആൺകുട്ടികളാണ്, നിങ്ങൾ രണ്ടുപേരും അതുകൊണ്ടാണ് വളർന്നു പോകും. അപ്പൊ അമ്മ ഒറ്റയ്ക്കാവില്ലേ? അതുകൊണ്ടൊരു വിവാഹം എന്തായാലും കഴിക്കണം എന്നുള്ളൊരു തരത്തില്. അങ്ങനെ ഒരു നിർബന്ധമായിട്ടില്ല. അമ്മയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അമ്മയ്ക്ക് കല്യാണം കഴിക്കും. അല്ലാണ്ട് ഞാൻ അതിനൊരു എതിരായിട്ട് നിൽക്കുകയോ എനിക്കതിനൊരു എന്തെങ്കിലും പറയാനോ അങ്ങനൊന്നുമില്ല. അമ്മ പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ വിളിച്ച് പറയണ, എടാ എനിക്കിങ്ങനെ ഒരു വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എന്നങ്ങനെ വിളിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കിച്ചുവിന്റെ റെസ്പോൺസ് എന്തായിരിക്കും? പെട്ടെന്ന് ആരാണെങ്കിലും ഇതിപ്പം വരുന്ന ഒരാൾ, ഇതിപ്പോ ആരാണെങ്കിലും കൂടെ തന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാവുമോ? കാരണം അറിയാലോ, രേണു ചേച്ചിക്ക് കുറെ അധികം നെഗറ്റീവ്സ് വരുന്നുണ്ട്. സുധിച്ചേന്റെ ഭാര്യയായിട്ട് ഇരുന്നുകൊണ്ട് ഈ തരത്തിൽ വരുവാണ്. അപ്പൊ എന്തായാലും ചേച്ചി അങ്ങനെ ഒരു വിവാഹം എന്ന് പറഞ്ഞിട്ട് ഇനി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ഉണ്ടാവും. ചേച്ചിക്കെതിരെ നല്ല രീതിയിൽ സൈബർ അറ്റാക്ക് നടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ചേച്ചിക്ക് ഒരു സപ്പോർട്ടായിട്ട്, അതായത് എന്തായാലും കിച്ചു കൂടെ ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ ചേച്ചിക്ക് ഒരു സൈബർ അറ്റാക്കിൽ നിന്ന് ചേച്ചിക്ക് ഒഴിവാകാൻ പറ്റും. അപ്പം ചേച്ചിയുടെ കൂടെ തന്നെ ഉണ്ടാവും അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ. ഞാൻ പറഞ്ഞില്ലേ, അമ്മയുടെ ഇഷ്ടം. അപ്പൊ അങ്ങനെ നടന്നു പോകണമെങ്കിൽ അങ്ങനെ നടന്നു പോട്ടെ. അല്ലാണ്ട് ഞാൻ അതിൽ കയറി എന്തെങ്കിലും അഭിപ്രായം പറയാനോ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് ഞാൻ പറയത്തില്ല. അതുപോലെ അങ്ങനെ ഒരു വിവാഹം നടന്ന കിച്ചുവിന്റെ പ്രസൻസ് ഉണ്ടാവുമോ? അത് മൈൻഡ് സെറ്റ് എങ്ങനെയാണോ അങ്ങനെ. അതുപോലെ തന്നെ അച്ഛൻ പ്രധാന ഭാഗമായിരുന്നൊരു പ്രോഗ്രാമാണ് സ്റ്റാർ മാജിക്. അപ്പം അതിപ്പം ഈ അടുത്തിടെയായിട്ട് അതിന്റെ ഒരു സംപ്രേഷണം നിർത്തി അവരിപ്പോ. അപ്പൊ അത് കണ്ടപ്പോ സങ്കടം തോന്നിയിരുന്നോ? ഇല്ല, ഞാൻ കുറച്ചാൾ കഴിഞ്ഞിട്ട് അത് അറിയുന്നത്. സ്റ്റാർ മാജിക് നിർത്തി. സീ കേരളത്തിൽ എന്തോ വേറെ പരിപാടി എന്നറിയുന്നു. അച്ഛൻ മരിച്ചതിന് ശേഷം പ്രോഗ്രാം കാണുന്നുണ്ടായിരുന്നില്ല? കുറവായിരുന്നു. അങ്ങനെ കാണുന്ന തന്നെ കുറവായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകുമ്പോ ഞാൻ ഓൾറെഡി ഷൂട്ട് കാണും അവിടെ ചെല്ലുമ്പോ. പിന്നെ വീണ്ടും അങ്ങനെ കാണത്തില്ല. അവിടുത്തെ പരിപാടി എന്തെങ്കിലും സംഭവം നടക്കുകയാണെങ്കിൽ ഞാൻ അവിടെ നേരിട്ട് കാണുന്നുണ്ട്. അച്ഛൻ മരിച്ചതിന് ശേഷം അതുകൊണ്ട് അച്ഛൻ മരിച്ചത് കൊണ്ട് മാത്രം ആ ഒരു പ്രോഗ്രാം കാണാനുള്ള ഇൻട്രസ്റ്റ് പോകും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ കുഞ്ഞിലോട്ടെ ആ പരിപാടി അവിടെ നേരിട്ട് കാണുന്നേ. ഇപ്പൊ ഈ ഒരു പുതിയ വീട് വെച്ചിട്ട് ഏകദേശം 6-7 മാസത്തോളം ആയല്ലോ. അപ്പൊ ഇവിടെ എന്തുമേ നാള് താമസിച്ചിട്ടുണ്ട്? ഇവിടെ ഇങ്ങനെ ഇടക്കിടക്ക് വരുമ്പോ ഇവിടെ നിൽക്കും. എണ്ണി വെച്ചിട്ടൊന്നുമില്ല. അധിക നാൾ അങ്ങനെ നിന്നിട്ടില്ല? ഒരുപാട് നീണ്ടൊരു ദിവസം അങ്ങനെ നിന്നിട്ടില്ല. ഇല്ല, ഇടയ്ക്ക് വന്ന 1-2 ദിവസം അങ്ങനെയൊക്കെ നിൽക്കും. അങ്ങനെയാണ് നിക്കാറ്. ഇഷ്ടപ്പെട്ടോ? വീട് ഇഷ്ടമായോ? വീട് ഇഷ്ടമായി. അച്ഛൻ ജീവിച്ചിരുന്നപ്പോ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സ്വന്തം വീട് എന്ന് പറയുന്നത്. അതിപ്പം അച്ഛന്റെ മരണശേഷം ആണെങ്കിൽ പോലും അത് നിങ്ങൾക്കായിട്ടൊരു വീടായിരിക്കുകയാണ്. അപ്പൊ ആ വീട്ടിലേക്ക് കയറി വരുമ്പോ ചിന്തിക്കാറുണ്ടോ അച്ഛൻ ഉണ്ടായിരുന്നെങ്കില്? ചിന്തിച്ചിട്ടുണ്ട്. അച്ഛനും കൂടെ വേണമായിരുന്നു ഈ ഒരു വീട്ടിൽ നിന്ന് തോന്നിയിട്ടുണ്ടോ? നല്ല രീതിക്ക് മിസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അച്ഛന് നല്ലൊരു ആഗ്രഹമായിരുന്നു ഒരു വീട് അങ്ങനത്തെ കാര്യം. എപ്പോഴും പറയാറുണ്ടായിരുന്നു അങ്ങനെ? എപ്പോഴും ഞങ്ങള് കൂടുതൽ ഇങ്ങനെ പറയാറുണ്ട്. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാര്യമൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഈ വീടെടുക്കണം. ഞാനും അച്ഛനും അളിയനും ഒക്കെ ഒരുമിച്ച് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നു. ഓഹോ, അപ്പം ഏറ്റവും വലിയ ആഗ്രഹം അതായിരുന്നു അച്ഛന്റെ? ഞങ്ങള് 3 പേരും ഇടയ്ക്ക് ഷൂട്ടിനൊക്കെ അളിയനും കാണും. ഞങ്ങളിങ്ങനെ 3 പേരൊക്കെ പോകുമ്പോൾ സംസാരിക്കും വീടൊക്കെ. അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന പോലെ കൊല്ലത്തേക്ക് ഈ ഒരു പഠിക്കുന്നതിനാണെങ്കിൽ പോലും കൊല്ലത്തേക്ക് പോകുമായിരുന്നോ അച്ഛനെ മാറി നിന്നിട്ട്? ഇപ്പൊ എവിടെയാണല്ലോ അച്ഛൻ വിടും. അച്ഛനുണ്ടായിരുന്ന ചിലപ്പോ പുറത്തോട്ട് വിട്ടേനെ എന്തെങ്കിലും പഠിക്കാനായിട്ട്. എനിക്ക് പുറത്തു പോയി പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം കൂടുതൽ. അച്ഛൻ്റെ അടുത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, പുറത്തു പോയി പഠിക്കണം.
ഈ ഒരു ആനിമേഷൻ പഠിക്കണം എന്നുള്ള ആഗ്രഹം അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അത് അച്ഛനും അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് പുറത്തു പോയി പഠിക്കായിരുന്നല്ലോ. അല്ല ഇനിയിപ്പൊ ഇനിയാണേലും പഠിച്ചാണേലും പുറത്തു പോയാലും അങ്ങനെയേ ഉള്ളൂ. അല്ലാണ്ട് ആ ഒരു വിഷമം ഉണ്ടാവും പുറത്തു പോയി അച്ഛനെ പഠിക്കാൻ പറ്റിയില്ല. അത്രേ ഉള്ളൂ. അത് ഒരു വലിയൊരു കാര്യമായിട്ട് തോന്നുന്നുണ്ടല്ലേ? കോഴ്സ് പഠിക്കാൻ പറ്റിയല്ലോ. അതെ, ആഗ്രഹിച്ചതുപോലെ തന്നെ. എന്താ ഇനി ഈ ഒരു പഠിത്തം കഴിഞ്ഞിട്ട് എന്താ ഭാവിയിൽ എന്ത് ചെയ്യണം എന്നൊക്കെയാണ് ആഗ്രഹിക്കുന്നത്? അങ്ങനെയൊന്നും തോന്നിട്ടില്ല. പഠിക്കണം, ഒരു ജോലി സെറ്റ് ചെയ്യണം, കുറച്ച് കാര്യം.